ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി എന്താ പറയുക, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു തരം പായസമാണ്. ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നാടൻ കപ്പ വെച്ചിട്ട്, പച്ച കപ്പ വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല നാടൻ വളമൊന്നും ഇടാത്ത നല്ല കപ്പ കിട്ടിയപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ശരിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നാലത് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാനത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പം നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് കിടക്കാം. പായസത്തിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം കപ്പയാണ്, പച്ചക്കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേവ് അനുസരിച്ച് വേണം. പെട്ടെന്ന് വെന്ത് പോകുന്നതാണെങ്കിൽ ഒന്ന് തിളയ്ക്കുമ്പോഴേ വാങ്ങിയെടുക്കണം. ഇത് ഞാനൊന്ന് തിളച്ചിട്ട് കുറച്ച് നേരം, ഒരു 5 മിനിറ്റോളം ഒന്ന് താത്തി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കാം. ആ കപ്പയിലേക്ക് കുറച്ച് ലേശപ്പ് മതിയല്ലോ പായസത്തിന്. അപ്പോൾ അതിന് ആവശ്യമായ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഉപ്പ് വേണം നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മുടെ കപ്പ അടുപ്പത്ത് വെച്ചിട്ട് അത് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഒരു നികക്കെ വെള്ളം ഒഴിച്ചേക്കാം. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ ഈ കപ്പയ്ക്ക് കുറച്ചൊരു വേവുള്ളതുകൊണ്ട് കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പയുടെ വേവ് അനുസരിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ചിട്ട് ഉൾഭാഗമൊക്കെ കുറച്ചൊരു വേവ് ഒന്നായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഊറ്റിയിടുന്നുണ്ട്. അപ്പോൾ അതിലെ സ്റ്റാർച്ചും ആ ഒട്ടലൊക്കെ കുറച്ചൊന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വേറെ പച്ചവെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് അതും ഒന്ന് കളഞ്ഞെടുക്കാം. ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ലപോലെ കൈകൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുറച്ചൊന്നിങ്ങനെ കടിക്കുന്ന പാകത്തിനാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. അല്ലാതെ നല്ലപോലെ അരച്ചിട്ട് വേണമെങ്കിലും ഇതുണ്ടാക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കടിക്കുന്നതാണ് ഒരു ടേസ്റ്റ്. അത് കാരണം ഞാനൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ആ ചെറിയ കഷ്ണങ്ങളാക്കിയ കപ്പയിലേക്ക് നമ്മൾ കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അതിലെ സ്റ്റാർച്ച് കഴിയുന്നത്രത്തോളം നമ്മൾ കളഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഷുഗർ രോഗികൾക്കൊക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കുടിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ആ ഒട്ടിൽ ഇല്ലാതിരിക്കും, കുറച്ചൊന്ന് കുറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വല്ലാതെ ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് കളഞ്ഞ് ഒന്ന് വെള്ളം ഇതിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് എടുക്കാം. ഇങ്ങനെ നമ്മുടെ കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. ഒത്തിരി അരയാതെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം കൂടുതൽ അരയണമെന്ന് അങ്ങനെ ഒട്ടും കടിക്കുന്ന പരുവത്തിൽ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ലേശം വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഒന്നൊന്ന് കറക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ടാണ് എടുക്കണേ. അപ്പോഴേക്കും അതിൻ്റെ ഒട്ടലൊക്കെ നല്ലപോലെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഒട്ടും കയ്പില്ലാത്ത നല്ല നാടൻ കപ്പയാണ് കേട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം ഉണ്ടാക്കാനായിട്ട് പാകമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. പിന്നെ കിസ്മിസ് ഉണ്ടെങ്കിൽ കിസ്മിസ് ഇടുക. എനിക്കിവിടെ കിസ്മിസ് ഇല്ലായിരുന്നു, അത് കാരണം ഞാൻ കുറച്ച് ഈന്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഈന്തപ്പഴം ഒന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് നെയ്യിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ കശുവണ്ടി ഒന്ന് കോരി എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരുമിച്ചിട്ടു, അതുകൊണ്ട് ഈ കശുവണ്ടിയുടെ കളറൊന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം ഇട്ടുണ്ടാക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ കിസ്മിസ് ഇടുന്നേ കഴിഞ്ഞും ആ ഈന്തപ്പഴം നമ്മളുടെ ആ ഇതുമായിട്ട് പായസമായിട്ട് ചേർന്ന് കഴിഞ്ഞപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനി നമുക്ക് നല്ല ഉണക്കത്തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത് ചെറുതാക്കി കൊത്തി അരിഞ്ഞ്, ഏറ്റവും കുഞ്ഞാക്കി എന്തുമാത്രം ചെറുതാക്കാവോ അത്രയും കൊത്തി അരിഞ്ഞ് തേങ്ങ കൊത്തിടുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെ നെയ്യ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യിട്ട് കൊടുക്കുക. അതിൽ നന്നായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ ഏകദേശം ഒന്ന് കളർ മാറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒത്തിരി അങ്ങോട്ട് ഡാർക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സമയത്ത് നമ്മളുടെ മെയിൻ താരം നമ്മുടെ കപ്പയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ.
ആ കപ്പയൊന്ന് ഇട്ട് കുറച്ച് നേരം ആ നെയ്യിൽ കിടന്നൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചധികം നേരം വഴറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു നെയ്യുടെ ടേസ്റ്റൊക്കെ അതിലോട്ട് നല്ലപോലെ പിടിച്ച് നല്ലൊരിതാവും. നമ്മൾ ആ കപ്പയും തേങ്ങാക്കൊത്തും ഒക്കെ കൂടി നല്ലപോലെ കുറച്ചധികം നേരം ഒന്ന് വഴറ്റിയെടുക്കാം, ഒരു 5 മിനിറ്റോളം നേരം. അതിനുശേഷം നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്നു. ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര പാനിയാക്കി എടുത്തതാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കുറച്ച് നേരം അതും ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കാം. ആ ശർക്കരയ്ക്കകത്ത് കിടന്ന് നമ്മുടെ കപ്പയുടെ രൂപവും ഭാവവും ഒക്കെ മാറി നല്ലൊരു ടേസ്റ്റായിട്ട് എന്താ പറയുക, പായസത്തിൻ്റെ ഒരു വകഭേദത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ചധികം നേരം കുറച്ച് ക്ഷമ വേണം. ഒന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ, മധുരമൊക്കെ അതിൽ പിടിക്കണം. ഈ ഒരു സമയത്തെ നമുക്ക് ഉപ്പ് കുറവുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് കണക്കാക്കി ശ്രദ്ധിച്ച് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തേക്കാം. നമ്മൾ നേരത്തെ കപ്പ തിളപ്പിച്ചപ്പോൾ ഇട്ടായിരുന്നല്ലോ, അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം. ഉപ്പ് കുറഞ്ഞു പോയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതേസമയം ഇച്ചിരി കൂടിപ്പോയാൽ പോലും കൊള്ളില്ല പായസം, നമുക്കറിയാമല്ലോ. ശ്രദ്ധിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളിവിടെ നെയ്യിലൊക്കെ നല്ലപോലെ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ, ആ ഈന്തപ്പഴം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈന്തപ്പഴം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ ഇതിലേക്ക് പിടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഈ നമ്മുടെ കപ്പയായിട്ട് നല്ലപോലെ യോജിപ്പിച്ച് എടുക്കാം. നമ്മുടെ കപ്പയും ഈന്തപ്പഴവും കൂടെ കിടന്ന് നല്ലപോലെ തിളച്ച് ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ കപ്പയ്ക്ക് കൊടുത്ത് അങ്ങനെ നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചിട്ട് അതും കുറച്ച് നേരം ഒന്ന് ഇളക്കി നമുക്ക് അതിലെ ടേസ്റ്റും കൂടെ നമുക്ക് ഈ കപ്പയിലേക്കൊക്കെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പായസത്തിന് പാല് പിഴിയാനായിട്ട് ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് 3 മുറി തേങ്ങ. നമ്മളത്രയും പാലെടുത്തെങ്കിലേ കൊള്ളുള്ളൂ. അപ്പം ആദ്യം നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയിൽ കറക്കി പിഴിഞ്ഞെടുക്കുന്നു. അത് 1ാം പാലാണ്. പിന്നെ നമ്മൾ 2ാം പാൽ അതിലേക്ക് തന്നെ പിഴിഞ്ഞതിന് ശേഷം ഉള്ളതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സി കറക്കി പിഴിഞ്ഞെടുത്താണ് 2ാം പാൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്കായും കൂടെ ഒരു 5-6 ഏലക്കായും കൂടി ഇട്ടാണ് അത് കറക്കുന്നത്. അപ്പോൾ ആ ഏലക്കായുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിച്ചോളും. പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ ഏലക്ക ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ആ ഫ്ലേവറൊക്കെ നല്ലപോലെ അതിലേക്ക് പിടിക്കും. നമ്മൾ അവസാനം ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നതിലും അത് ഒരു ടേസ്റ്റും മണമൊക്കെ വർദ്ധിക്കാനായിട്ട് ഇടയാകും. അപ്പോൾ നമ്മുടെ കപ്പ 2ാം പാലിൽ കിടന്ന് നല്ല പോലെ ഒന്ന് തിളച്ചും മറിഞ്ഞും ഒക്കെ നല്ലപോലെ ഒന്ന് മധുരവും ടേസ്റ്റൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിച്ചു കൊടുക്കാനുള്ള നേരമായി. അപ്പോൾ 1ാം പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കി നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, കുറച്ച് നേരം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. കാരണം തേങ്ങാപ്പാലിൻ്റെ എല്ലാ ടേസ്റ്റിൽ പിടിച്ച് നേരത്തെ ഇരിപ്പുണ്ട്. ഇനി 1ാം പാലിൻ്റെ ആ കൊഴുപ്പും ഒക്കെ ഒന്ന് നല്ലൊരു കറക്റ്റ് പരുവത്തിനായിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് കശുവണ്ടിയോ കിസ്മിസൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഒരു വെറൈറ്റി പായസമാണ്, നമ്മൾ ഇതുവരെ കഴിക്കാത്ത രുചി ആണ്. ശരിക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു കേട്ടോ. അപ്പം ശരിക്കും എന്താ പാലടയാണോ അല്ലെങ്കിൽ ചെറുപയർ പായസമാണോ അങ്ങനെ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്ത വിധത്തിൽ പറഞ്ഞു. കാരണം ശരിക്കും അങ്ങനെയായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. മമ്മി കപ്പ വെച്ച് പായസം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ പുച്ഛിച്ചവർ ഇനിയുണ്ടോ എന്ന് ചോദിച്ച് വാങ്ങിച്ച് കുടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ കമൻസ് അതെന്താണെങ്കിലും അറിയിക്കണം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അറിയിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്സും കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും സേഫായിട്ടിരിക്കാം, സന്തോഷമായിട്ടിരിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ. പുതിയൊരു വിഭവമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്